ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ശുശ്രൂഷ നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും മറക്കരുത്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജെഫിൻ ബ്രദർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 30 മുതൽ 3 ദിവസം താമസിച്ചുള്ള ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാനാന്തരം നടക്കുകയാണ്. ശക്തീകരണ ധ്യാനം. ഈ ധ്യാനം ലീഡ് ചെയ്യുന്ന ജെഫിൻ ബ്രദർ തന്നെയാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് പങ്കെടുക്കാമെന്ന് കരുതരുത്. താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക. ഈ പുതിയ വർഷം, പുതിയ അഭിഷേകം, പുതിയ കൃപകളും ദൈവത്തിൻ്റെ പുതിയ ശക്തി സ്വീകരിക്കാൻ നിങ്ങളെ കർത്താവ് വിളിക്കുകയാണ്. കേട്ടു പോവാതെ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും ഈ ധ്യാനം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം തിരുവചനം. നമുക്കറിയാം നമ്മൾ പോകുന്ന വഴി ശരിയാണോ ശരിയല്ലയോ എന്ന്. ചിലപ്പോഴൊക്കെ ശരിയായ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നമ്മുടെ കാല് അവിടെയുള്ള ഏതെങ്കിലും ഒരു കല്ലിൽ തട്ടി മുറിയുമ്പോഴോ വേദനിക്കുമ്പോഴോ ആണ് നമ്മൾ അറിയുന്നത് ആ വഴിയിൽ ഒരു കല്ലുണ്ടായിരുന്നെന്നും ആ വഴി ശരിയല്ലായിരുന്നെന്നും. നമ്മൾ പോകുന്ന വഴി ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതിയാലും ചിലപ്പോൾ കാണാത്ത വിധത്തിൽ, കാണാത്ത പ്രശ്നങ്ങൾ, മറയത്ത് നമ്മുടെ ജീവിതങ്ങളുണ്ടാകും. ഒരു പക്ഷേ ഞാനും നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ വേദനകളുടെ കാരണം അതുതന്നെയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരിക്കലും ആ പ്രശ്നങ്ങളുടെ, പക്ഷെ എങ്ങനെയോ ആ പ്രശ്നം വന്നു, ശരിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെയാണോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദന, ദുഃഖം, പ്രശ്നം, പ്രതിസന്ധി കടന്നു വന്നത്? എങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. അതായത് നമ്മുടെ വഴികൾ പരിശോധിക്കാനും സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ ശ്രദ്ധിക്കാനും നമുക്ക് മനുഷ്യർക്ക് ഒരു പരിമിതിയുണ്ട്, ഒരു പരിധിയുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഫുൾ ടൈം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. നമുക്ക് നമ്മെ കാക്കാനും നോക്കാനും ചില പരിമിതികളുണ്ട്, ചില ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. പക്ഷേ ദൈവത്തിന് ആ ഒരു ലിമിറ്റേഷൻ ഇല്ല. അവിടെ നിന്ന് നമ്മെ നോക്കിക്കൊള്ളും. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം തിരുവചനം. നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.